إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فيا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. الله سبحانه وتعالى മുഴുവൻ കൽപ്പനാ നിയമങ്ങളും നിയമ വ്യവസ്ഥകളും ഭൗതിക ജീവിതത്തിലെ മുഴുവൻ സമയങ്ങളിലും അനുസരിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെ ഉണർത്തുന്നത് പോലെ വിശ്വാസികളായ മുഅ്മിനീങ്ങളായ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിക്കുന്ന കാലമത്രയും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാൻ ഏറ്റവും ഉയർന്ന ഈമാനിൽ അള്ളാഹുവിലേക്ക് മടങ്ങുവാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന കുറ്റവും കുറവും വീഴ്ചകളും പറയുന്നതും അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകാടിസ്ഥാനത്തിൽ പരിശുദ്ധ ഖുർആനിനെയും പരിശുദ്ധ ഇസ്ലാമിനെയും പ്രതിനിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹം ഒന്നടങ്കം ചെറിയ ചെറിയ നേരിയ വ്യത്യാസങ്ങൾ മാറ്റി നിർത്തിയാൽ ഒരേ മാനസികാവസ്ഥയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനസിക പിരിമുറുക്കമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ യഥാർത്ഥ വിശ്വാസിയുടെ സാമൂഹിക ദൗത്യത്തെ കുറിച്ച് വിവരിക്കുന്നിടത്ത് ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين എന്ന വളരെ ശ്രദ്ധേയമായ പഠിച്ചവരുടെ ഒരു പ്രയോഗമുണ്ട്. അതിങ്ങനെയാണ്: മനുഷ്യരിൽ വിശ്വാസികളിൽ വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ആളുകളാണ്. അവർക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ള ഭൂമിയിലെ സ്ഥാനവും വ്യത്യസ്തമാണ്, സ്വർഗത്തിലെ സ്ഥാനവും വ്യത്യസ്തമാണ്. ഭൂമിയിൽ എങ്ങനെയാണ് അവരുടെ സ്ഥാനം വ്യത്യസ്തമാകുക എന്ന് ചോദിച്ചാൽ, പരമ്പരാഗത കുടുംബപരമായ പാരമ്പര്യമുള്ളത് കൊണ്ട് മാത്രം മുസ്ലിമായി ജീവിക്കുന്നവർ മുസ്ലിം ഐഡന്റിറ്റിയിൽ പുറത്ത് കാണിക്കുകയും അതേസമയം അള്ളാഹുവോ റസൂലോ ഖുർആനും ഇസ്ലാമുമായിട്ടൊരു ബന്ധമില്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന എന്ന് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പ്രയോഗിച്ച സ്വന്തം ഇഷ്ടങ്ങളെ അനുസരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ യഥാർത്ഥ വിശ്വാസികൾ ആരാണെന്ന് ചോദിച്ചാൽ അവര് അവൻ ഉപയോഗിക്കുന്ന വാക്കുകൾ, അവന്റെ നിലപാടുകൾ, അവന്റെ വീക്ഷണങ്ങൾ, അവന്റെ ഒബ്സർവേഷനുകൾ, അവന്റെ പഠനങ്ങൾ, അവന്റെ ചിന്തകൾ, അവൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അവന്റെ സോഷ്യൽ സ്പേസുകൾ, അതൊക്കെ അതിമനോഹരമായിരിക്കും. എങ്ങനെയാണ് അത് മനോഹരത? അവിടൊക്കെ ഒരു കള്ളരുണ്ട്. അവൻ ഇടപെടുന്ന എല്ലാ ഇടങ്ങളിലും അള്ളാഹുണ്ട് എന്ന് മാത്രമല്ല,
ആ അള്ളാഹു ഉണ്ടായിരിക്കെ തന്നെ അവൻ എല്ലാ സ്പേസിലും അനുഭവിക്കുന്ന ഒരു സ്പിരിച്വൽ എന്റർടൈൻമെന്റിന് മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതെനിക്ക് മാത്രം അനുഭവിച്ചാൽ പോരാ, എന്റെ കൂടെയുള്ളവരും ഇതിന്റെ ഒരു മധുരം അനുഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ന് ഖുർആൻ ഒരു വിഭാഗം ആളുകളെ പരിചയപ്പെടുത്താൻ. ഒന്ന്, അവൻ അത്തരം പ്രയോഗങ്ങളും വാക്കുകളും അള്ളാഹുവിനെ കുറിച്ച് പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രണ്ട്, അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ ഭയങ്കര ഇഷ്ടമാണ്. ആളുകളെ ഇസ്ലാമിന്റെ അതിമനോഹരമായ ഒരു സ്പേസിലേക്ക്, ഇസ്ലാമിന്റെ അതിമനോഹരമായ കാഴ്ചപ്പാടിലേക്ക് ലോകമെമ്പാടും തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുപ്രചരണങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടും ഫോബിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാമിനെ യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് പരിചയപ്പെടുത്തുന്ന ഒരാളാണ് അവൻ. മാത്രമല്ല അവർക്ക് ഇങ്ങനെയും കൂടി പറയാൻ പറ്റും, മുസ്ലിം. ആരുടെ മുന്നിലും ഏത് നാട്ടിലും ഏത് സന്ദർഭത്തിലും ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല, ഒരു കുറവൊന്നുമില്ല, ഒരു അന്തസ്സിനെന്തോ സംഭവിക്കുന്നൊന്നുമില്ല, അവന്റെ പേഴ്സണാലിറ്റിയിലൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അഭിമാനത്തോടുകൂടി ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്ന ആളാണ് എന്നാണ് ഖുർആനിന്റെ വിവരണം. എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളെ ചിന്തിപ്പിക്കുന്നത് ഞാനും നിങ്ങളും ഇസ്ലാമിക സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, അതല്ലെങ്കിൽ അതിന്റെ പുറത്ത് കുറച്ചും കൂടി ഇന്ത്യൻ സാഹചര്യത്തിൽ എല്ലാ ആളുകളുടെയും കൂടെ, എല്ലാ ജനങ്ങളുടെയും കൂടെ, എല്ലാ മതങ്ങൾക്കും ഇടയിൽ, എല്ലാ വിശ്വാസങ്ങൾക്കും ഇടയിൽ, എല്ലാ ഹേറ്റ് സ്പീച്ചുകൾക്കും ഇടയിൽ ഒരു മുസ്ലിമായിട്ട് ജീവിക്കുമ്പോൾ എന്നെങ്കിലും 1990 ശേഷം വേൾഡ് മീഡിയകൾ അടക്കം ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പർ ഹീറോസ് ആയിട്ട് സ്വയം അവകാശപ്പെടുന്ന അമേരിക്ക അടക്കം മനഃപൂർവ്വം ബോധപൂർവം $1,000,000 അവരുടെ ഓരോ വർഷത്തെയും രാജ്യത്തിന്റെ ബജറ്റിൽ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കാൻ വേണ്ടി മില്യൺസ് ചെലവാക്കുമ്പോൾ ആ പ്രചരിപ്പിക്കുന്ന ഫോബിയയിൽ എങ്ങാനും ഞാൻ പെട്ടിട്ടുണ്ടോ എന്നാലോചിക്കേണ്ട സമയം ഇസ്ലാമിക സമൂഹത്തിന് അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഇസ്ലാമോഫോബിയ വളരുന്നുണ്ട് എന്ന വാർത്തകൾക്കിടയിൽ നമ്മൾ ഈ ഖുർആൻ ആയത്ത് ഓതുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിന് വലിയ കാലിക പ്രസക്തിയുണ്ട്. ആളുകൾ മുസ്ലിമാണ് എന്ന് പറയാൻ പേടിക്കുന്ന, മടിക്കുന്ന, അതിന് പല കാരണങ്ങളും. പൊളിറ്റിക്കൽ കാരണങ്ങൾ എടുക്കുകയാണെങ്കിൽ രാഷ്ട്രീയപരമായും ഗവൺമെന്റ്സിന്റെ ഭാഗത്ത് കഴിഞ്ഞ ഒരു വർഷം ഇന്ത്യയില് 74% ഹേറ്റ് സ്പീച്ചുകൾ നടന്നതാണ്. 74% കഴിഞ്ഞ ഒരു വർഷത്തിൽ ഇന്ത്യയിൽ ഹേറ്റ് സ്പീച്ചുകൾ നടന്നിട്ടുണ്ട്. അതിൽ 88%, ആ നടന്ന ഹേറ്റ് സ്പീച്ചുകളുടെ 88% ഗവൺമെന്റിന്റെ ഭാഗത്താണ്. ഗവൺമെന്റിന്റെ ഭാഗത്താണ് അതിന്റെ ഏറ്റവും ടോപ്പ് ലെവൽ മുതൽ ഭരണത്തിന്റെയോ ഭരണം ഭരിക്കുന്ന അവരുമായി ബന്ധമുള്ള ആളുകളുടെ ഏതോ ഒരു തസ്തികയിൽ നിന്നൊക്കെയായി ഉത്തരവാദിത്തപ്പെട്ടവർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഭാഗത്ത് നിന്നാണ് ഈ സ്പീച്ചുകൾ വരുന്നത്. അപ്പൊ അത്തരം സന്ദർഭത്തിൽ ഖുർആനിൽ അള്ളാഹു ഒരു വിഭാഗത്തെ ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് പൊളിറ്റിക്കലി പൊടിയുണ്ടോ? അതൊരു ഭാഗം. രണ്ടാമത്തെ ഒരു ഭാഗം ഒരു ലെഫ്റ്റ് വിങ് ലിബറൽ സ്പേസിൽ നിന്ന് ആലോചിക്കുമ്പോൾ പേടിയേക്കാൾ കുറച്ചുകൂടി അർപ്പാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു പരമ്പരാഗത പഴഞ്ചൻ സംസ്കാരങ്ങളെ ഫോളോ ചെയ്യുന്ന ആളുകൾ എന്ന അർത്ഥത്തിൽ ലിബറൽ സ്പേസ് തന്നെ പരിചയപ്പെടുത്തുമ്പോൾ ആ സ്പേസിൽ നിന്നോട് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആലോചന ഉണ്ടോ എന്ന് ഓരോ വിശ്വാസിയും ആലോചിക്കേണ്ട ഒരു സമയമാണ്. അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് വളരെ അവെയർ ആയിരിക്കേണ്ട ഒരു കാലഘട്ടവും കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, ഫോബിയ എന്നുള്ളത് നമുക്ക് അറിയുന്ന ഒരു പ്രയോഗമാണ്. നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ആകെ 10, 15, 20 വർഷമായിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ കൂടെ ഫോബിയ ഉപയോഗിക്കുന്നത് ആണല്ലോ കുറച്ചും കൂടി ശ്രദ്ധേയമാകുന്നത്. ആദ്യമായിട്ട് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന വേർഡ് 1910 ഡിസീസിൽ വരുന്ന ഒരു വേർഡാണ്. അത് ആരെങ്കിലും ഉദ്ദേശിച്ച് മനഃപൂർവ്വമുള്ള എന്തെങ്കിലും പൊളിറ്റിക്കൽ ടൂളായിട്ട് വന്ന വേർഡല്ല. വളരെ സ്വാഭാവികമായി ഒരു ചരിത്ര ഗവേഷകന്റെ ഭാഗത്ത് നിന്നും അറിഞ്ഞോ അറിയാതെയോ സാധാരണഗതിയിൽ സ്വാഭാവികമായി വന്ന ഡിസീസിന്റെ പ്രയോഗമാണ് ഇസ്ലാമോഫോബിയ. പക്ഷെ അതേസമയം 1990 ശേഷം ആണ് വളരെ വ്യാപകമായിട്ട് നമ്മൾ ആ വേർഡ് കേൾക്കാൻ തുടങ്ങിയത്, ഇസ്ലാമോഫോബിയ എന്നുള്ള പ്രയോഗം കേൾക്കാൻ തുടങ്ങി.
ഫോബിയ എന്ന് പറഞ്ഞാൽ തന്നെ അകാരണമായ ഒരു പേടിയാണ്, കാരണമില്ലാത്തൊരു പേടി. മാനിയയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഫോബിയ. മാനിയ എന്ന് പറഞ്ഞ ഒരു കാര്യത്തോട് അമിതമായ ഒരു താല്പര്യം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ, ഫോബിയ എന്ന് പറയുമ്പോൾ ഒരു കാരണത്തോട് അകാരണമായിട്ടൊരു പേടി ഉണ്ടാകാൻ. അത് പല അർത്ഥത്തിലും സയന്റിഫിക്കലി സോഷ്യലി നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള വായനകൾ കിട്ടും. പലർക്കും രാത്രിയെ പേടിയുള്ള ആളുകളുണ്ട്, വെള്ളത്തെ പേടിയുള്ള ആളുകളുണ്ട്, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പേടിയുണ്ട്. രാജ്യത്ത് തന്നെ എവിടെയോ പെട്ടിട്ടുണ്ട്, ഏതോ സൗത്ത് കൊറിയൻ രാജ്യങ്ങളിലെ പല രാജാക്കന്മാർക്കും പല മിനിസ്റ്റേഴ്സിനും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പേടിയാണ്, അതുകൊണ്ട് യാത്ര ചെയ്യില്ല. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അപ്പൊ അവിടെ സാധാരണ മനുഷ്യരെന്താണ് ചെയ്യുക? രാത്രിയെ പേടിയുള്ള ആളുകൾ രാത്രിയെ ട്രീറ്റ്മെന്റ് ചെയ്യലല്ല, പേടിയുള്ള ആള് ട്രീറ്റ്മെന്റ് ചെയ്യലാണ്. വെള്ളത്തെ പേടിയുള്ള ആളുകൾ വെള്ളത്തെ അല്ല ട്രീറ്റ്മെന്റ് ചെയ്യുക, പേടി എന്ന് പറയുന്ന എന്റെ മാനസികപരമായ പ്രശ്നത്തെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുക. എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു രോഗം ഒരാൾക്കുണ്ടെങ്കിൽ അവിടെ ഇസ്ലാമല്ല ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. അതേസമയം എന്തുകൊണ്ട് എനിക്ക് പേടി വന്നു? ഇങ്ങനെ നമ്മൾ ആലോചിച്ചാൽ, അമേരിക്കയാണല്ലോ ലോകത്താർത്ഥത്തിലുള്ള ക്രമങ്ങൾ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി എഡ്വാർഡ് സെയ്ഡ് എന്ന് പറയുന്ന ഓറിയന്റലിസം എന്ന പുസ്തകം എഴുതിയ ഒരു ഓതറുണ്ട്. അയാള് ഒരു ഹിസ്റ്ററി റിസർച്ചറും കൂടിയാണ്. അദ്ദേഹം 4 കാരണങ്ങൾ പറയുന്നുണ്ട് എങ്ങനെയാണ് വെസ്റ്റ് മുസ്ലിമിനെയും ഇസ്ലാമിനെയും ലോകത്തെ മുന്നിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. പലപ്പോഴും ഭൂരിഭാഗവും ആ ശ്രമങ്ങൾ വിജയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് വെസ്റ്റ് ലോകത്തിന് മുന്നിൽ ആരാണ് മുസ്ലിം ആരാണ് ഇസ്ലാം എന്നതിന് പരിചയപ്പെടുത്തുന്ന സ്വഭാവത്തെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് 4 കാരണങ്ങളാണ് പറയാം. ഒന്ന്, മുസ്ലിം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഒരു വയലൻസ് ആണ്. വയലൻസും ടെററിസവുമാണ് ആദ്യമായിട്ട് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്ക ലോകമെമ്പാടുമുള്ള ലോകത്തെ മുസ്ലിം ആരാണ് ഇസ്ലാം ആരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പിക്ചർ അതാണ്. രണ്ടാമത് കൊടുക്കുന്നത് അവർ അപരിഷ്കൃതരായിരിക്കും, പരിഷ്കാരത്തിൽ തീരെ ഇഷ്ടപ്പെടാത്ത ആളുകളായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ലെഫ്റ്റ് ലിബറൽ സൈഡൊക്കെ പറയുന്നത് പോലെ അവരെപ്പോഴും 6-ാം നൂറ്റാണ്ടിന്റെ സംസ്കാരമൊക്കെ പിന്തുടരുന്ന ഒരു ഡെവലപ്മെന്റ് ആഗ്രഹിക്കാത്ത, ഒരു പരിഷ്കാരം ആഗ്രഹിക്കാത്ത ആളുകളായിരിക്കും. മൂന്നാമത്തെ കാര്യം, അവർ അമിത ലൈംഗിക താല്പര്യമുള്ള ആളുകളായിരിക്കും. അതിനു വേണ്ടിയിട്ട് ഓറിയന്റലിസ്റ്റുകൾ തന്നെ ഉപയോഗിക്കുന്ന പല വ്യാജ ഹദീസുകളെയും വ്യാജ ചരിത്രങ്ങളെയും അവർ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. നാലാമത്തെ കാരണം, പരിഷ്കരിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും പരിഷ്കാരത്തോട് വിയോജിപ്പുള്ള ആളുകളായിരിക്കും അവരെന്നാണ്. ഇങ്ങനെ പല രീതിയിലും അമേരിക്ക ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് കലയെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള കലാപരമായ കായികപരമായ എല്ലാ കാര്യങ്ങളിലും, നോവലുകളിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് നോവലുകൾ, ഇംഗ്ലീഷ് സിനിമകൾ, ഇംഗ്ലീഷ് സീരീസുകൾ, ഇതിലൊക്കെ അറബ് കഥാപാത്രമായിട്ട് വരുന്ന ആളുകൾ ഈ 4 കാറ്റഗറിയിൽപ്പെട്ട ഏതൊരു കാറ്റഗറിയായിരിക്കും. ആ അർത്ഥത്തിൽ ഇസ്ലാമിനെയും മുസ്ലിമിനെയും ലോകത്ത് മുന്നിൽ ചിത്രീകരിക്കുക. അതേ പ്ലാറ്റ്ഫോം, അതേ ടൈപ്പിൽ ഇന്ത്യയിലെ ജിയോ പൊളിറ്റിക്കൽ അവസ്ഥയിലേക്ക് വന്നാൽ ഇന്ത്യയിലും അതേ പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിമിനെയും പരിചയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് ഒട്ടനവധി കാലങ്ങളായി. സാധാരണഗതിയിൽ നമുക്ക് തന്നെ ഈ അടുത്ത കാലത്ത് ഒരു ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസിൽ വന്ന ഒരു പഠനം, ആ പഠനം നടത്തിയ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി മീഡിയയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു ടെറർ അറ്റാക്ക് എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ തീവ്രവാദി എന്ന മലയാള ഭാഷയിൽ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ പിക്ചർ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ പിക്ചർ എന്താണ്? സ്വാഭാവികമായിട്ടും മുസ്ലിമായ ആളുകൾക്ക് പോലും ടെറർ എന്ന് കേൾക്കുമ്പോഴും തീവ്രവാദം എന്ന് കേൾക്കുമ്പോഴും പോലും ഓർമ്മ വരുന്നത് ഒരു മുസ്ലിമിന്റെ ചിത്രമാണ്. അത് കേവലം മുസ്ലിം അല്ല, ഇസ്ലാമിന്റെ എല്ലാ ചിഹ്നങ്ങളുള്ള, ഇസ്ലാമിന്റെ എല്ലാ ശൈലികളുള്ള, ഇസ്ലാമിന്റെ എന്ന് പലരും സ്വയം അവകാശപ്പെടുന്നതോ ഇസ്ലാമിന്റെ ഒരു പ്രാദേശികപരമായിട്ടുള്ള കൾച്ചറിന്റെ സ്വഭാവത്തിനോ ആളുകൾ പിന്തുടരുന്ന വസ്ത്രധാരണങ്ങൾ, ഇങ്ങനെ ഒരു ടെറർ എന്നതിന് അത്രമാത്രം മീഡിയകളുടെ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തും പ്രത്യേകിച്ചും ഇന്ത്യയിലും മുസ്ലിമിനെയും ഇസ്ലാമിനെയും ആ അർത്ഥത്തിൽ ചിത്രീകരിച്ച് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു വംശീയ ടൂളിനെ അത്ര മാർക്കറ്റിൽ ഹൈ ഡിമാൻഡോടുകൂടി ആളുകൾക്കിടയിൽ അവൈലബിൾ ആകുന്ന ഒരു കണ്ടന്റായി ഇന്ന് സോഷ്യൽ മീഡിയയിൽ പുതുതായിട്ട് വ്ളോഗിംഗ് രംഗത്ത് വരുന്ന ഒരു ഇന്ത്യൻ സിറ്റിസൺ ആലോചിച്ച് നോക്കുക. ഒരു യങ് ബ്ലോഗറായിട്ട് വരാൻ ഒരാൾ തീരുമാനിച്ചു.
അയാൾ വിചാരിക്കുകയാണ് എനിക്ക് വിത്തിൻ 10 days അല്ലെങ്കിൽ വിത്തിൻ 30 days, ഒരു മാസത്തിനുള്ളിൽ എനിക്ക് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഫോളോവേഴ്സ് വേണം. എനിക്ക് നന്നായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന റീലുകൾ, വീഡിയോകൾ നന്നായിട്ട് അത് എൻഗേജ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ അവന്റെ മുന്നിൽ ആദ്യം വരുന്ന കണ്ടിട്ട് ഹേറ്റ് പറയാൻ നല്ലതാണ്. മുസ്ലിമിനെ കുറിച്ചിട്ടൊരു ഹേറ്റ് ഉണ്ടാക്കുക, മുസ്ലിമിനെ കുറിച്ചിട്ട് ഇല്ലാത്തൊരു കാര്യങ്ങൾ പറയാം, അതുപോലെ റീച്ച് കിട്ടുന്ന, അതുപോലെ ട്രെൻഡ് ആകുന്ന മറ്റൊരു കണ്ടന്റ് ഇല്ല എന്ന് വേണമെങ്കിൽ അവന്റെ അഡ്വൈസറി ബോർഡ് അവനോട് പറഞ്ഞു കൊടുക്കും വിധം ഇവിടുത്തെ അന്തരീക്ഷം ഇസ്ലാമോഫോബിയ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ. അമേരിക്കയും ലോകവും മുസ്ലിമിനെ ടെറർ എന്ന അർത്ഥത്തിലാണല്ലോ, 4 കാര്യങ്ങളിലൊന്ന് വയലൻസ് ഉണ്ടാക്കുന്നവർ എന്നാണല്ലോ. എന്നാൽ അതിനെ കുറിച്ചിട്ട് അതിന് ഉത്തരം നമ്മൾ പറയാമല്ലോ. എന്തുകൊണ്ട് ആ ആരോപണം നമുക്കെതിരെ വന്നു? നിങ്ങളിൽ നിന്നുള്ള ആരെങ്കിലും ഒരു മനുഷ്യൻ من قتل نفسا بغير نفس أو فساد فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا എന്ന് സൂറ നിസായിലൂടെ, സൂറ ആൽ ഇംറാനിലൂടെ ഒക്കെ നമ്മൾ ഓതുമ്പോൾ ഒരു മനുഷ്യൻ, ഖുർആൻ പറയാണ്, മാനവികത പഠിപ്പിച്ചു കൊടുക്കാണ് ലോകത്തിലെ എല്ലാവർക്കും ആ നിയമം ബാധകമാണ്. പക്ഷെ ഖുർആനാണ് ആ വിഷയം അഡ്രസ് ചെയ്യുന്നത്. നിങ്ങളിലെ ഏതെങ്കിലും ഒരാൾ മറ്റൊരാളെ കാരണമില്ലാതെ ഉപദ്രവിച്ചാൽ, കൊന്നുകളഞ്ഞാൽ, ആക്രമിച്ചാൽ അത് ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നതിനോ ആക്രമിച്ചതിനോ തുല്യാണ്. അതേസമയം നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്ക് ജീവിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്താൽ, ഒരാൾക്ക് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്താൽ അത് ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും അവസരം ഉണ്ടാക്കിയതിന് തുല്യമാണ് എന്ന് പറയുന്ന ഒരു മാനവിക സന്ദേശം മറ്റെവിടെയാണ് ലഭ്യമാകുക? എത്ര ദിവസം, എത്ര കാലങ്ങൾ, എത്ര വർഷങ്ങൾ ഖുർആനിലൂടെയും നിസ്കാരത്തിലൂടെയും നമ്മൾ ഓതി. ലോകം എത്ര നാളായി, 1500 വർഷത്തിലധികം ഈ വാചകങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ആരാണ് ദീനിനെ, ഇസ്ലാമിനെ കളവാക്കിയവൻ? ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്നവർ ആരാണെന്ന് ചോദിച്ചാൽ അവൻ നിസ്കരിക്കാത്തവനോ നോമ്പ് നോക്കാത്തവനോ ഒന്നുമല്ല എന്ന് ഖുർആൻ ആവർത്തിച്ചിട്ട് അവൻ ആരാണെന്ന് പറയുന്നുണ്ട്. അത് കൂടെയുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സില്ലാത്തവനാണ്. എന്റെ കൂടെയുള്ളതിന്റെ മതം നോക്കാതെ, ജാതി നോക്കാതെ, വംശം നോക്കാതെ, ഫാമിലി നോക്കാതെ, സാമ്പത്തിക അവസ്ഥ നോക്കാതെ മനുഷ്യനാണ് എന്നുള്ള ഒറ്റ പരിഗണനയിൽ മറ്റൊരു മനുഷ്യനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഈ നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ലടാന്ന് പറഞ്ഞ സൂറ മാറി. അത്രമാത്രം മനുഷ്യത്വത്തെ അഡ്രസ് ചെയ്യുന്ന പിന്നെ എങ്ങനെയാണ് ഇന്ത്യയിലെ മനുഷ്യർക്ക് അല്ലെങ്കിൽ ലോകത്തിലെ മനുഷ്യർക്ക് ടെറർ എന്ന് കേൾക്കുമ്പോൾ അറബ്സിന് ഓർമ്മ വരുന്നത്? ടെറർ എന്ന് കേൾക്കുമ്പോഴും വയലൻസ് എന്ന് കേൾക്കുമ്പോഴും ഫലസ്തീനെയും ഗസയെയും ഇറാഖിനെയും അഫ്ഗാനിസ്ഥാനെയും ഓർമ്മ വരുന്നത് എന്ന് ചോദിച്ചാൽ അതാണ് സൂചിപ്പിച്ചു വരുന്നത് ബോധപൂർവമുള്ളൊരു വംശീയ ടൂളാണ് ഇസ്ലാമോഫോബിയ. അത് ഏതെങ്കിലും മുസ്ലിമിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോയ ഇൻസിഡൻസിന്റെ പകരം വന്നതല്ല. എല്ലാ മുസ്ലിമും നന്നായി തന്നെ വിചാരിക്കുക, എല്ലാ മുസ്ലിമും നന്നായി, നമ്മളെല്ലാവരും പ്യൂർ 100% ആയി, ആർക്കും ഒരു കുറവില്ല. ഒരു ഇസ്ലാമോഫോബി നിൽക്കില്ല. അത് അതിന്റെ വഴിയിൽ ശക്തമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതേസമയം അതിന്റെ വാസ്തവത്തിലേക്ക്, റിയാലിറ്റിയിലേക്ക് വന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അക്കാഡമിക് സ്റ്റഡീസ് നോക്കിയാൽ, ഒരു പൊളിറ്റിക്സും ഇല്ലാത്ത വളരെ ന്യൂട്രൽ ആയിട്ടുള്ള അക്കാഡമിക് സ്റ്റഡീസ് നോക്കിയാൽ ഇന്ത്യയിലെ ടെറർ അറ്റാക്കുകൾ നടന്ന കൗണ്ട് നമുക്ക് കിട്ടും. ആരൊക്കെയാണ് നടത്തിയത്? ഗ്ലോബൽ ടെററിസം ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ടൊരു എക്സൽ ഫോം നമുക്ക് കിട്ടും. ആർക്കും കിട്ടും, ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഇവിടെ ആർക്കും കിട്ടും. ആ എക്സലിലേക്ക് നമ്മൾ പോയാൽ ഇന്ത്യയിൽ എത്ര അറ്റാക്കുകൾ നടന്നിട്ടുണ്ട് ഓരോ വർഷങ്ങളിൽ. 2014 വരെ ഓർമ്മ ശരിയാണെങ്കിൽ 5000-ത്തിലധികം അറ്റാക്കുകൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. 150 സംഘടനകളാണ് ആ അറ്റാക്കുകൾ നേതൃത്വം കൊടുത്തത്. അപ്പോൾ ആ ഡാറ്റാബേസിലേക്ക് പോയാൽ ഇതിന്റെ കൃത്യമായ ശതമാനം കിട്ടും. ആര് നടത്തി, എത്ര പേര് മരണപ്പെട്ടു, എത്ര ഇൻജോർഡ് ഉണ്ട്, ആരാണ് ഇതിന്റെ കേസ് ഹാൻഡിൽ ചെയ്യുന്നത്, കേസ് എവിടെ എത്തി, ആരൊക്കെയാണ് ഇതിന്റെ പ്രതികളായത്, അത്ര ആളുകൾ വിചാരണക്കാരായിട്ടുണ്ട്, ഇങ്ങനെ എല്ലാ ഡീറ്റെയിലും കിട്ടും. അത് ആ കണക്കനുസരിച്ച് നോക്കിയാൽ ഇന്ത്യയിൽ 4 വിഭാഗങ്ങളാണ് ഇതുവരെ ടെറർ അറ്റാക്കുകൾ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അതിലൊന്ന് സ്വാഭാവികമായിട്ടും റാഡിക്കൽ ഇസ്ലാം ടെററിസം എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്, റാഡിക്കൽ ഇസ്ലാം ടെററിസം. രണ്ടാമത് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം എന്ന് പറയുന്ന ലെഫ്റ്റ് വിങ്ങിന്റെ ഒരു സംഘടനയാണ്. 3 സെപ്പറേറ്റിസം എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. 4-മത്തത് അതേഴ്സ് എന്ന് പറഞ്ഞാൽ അൺനോൺ ആണ്, ആരാണ് അറിയില്ല.
ആ അതേഴ്സിൽ തന്നെ 90% അൺനോണുകളാണ്. അവര് ഗ്രൂപ്പ് ഏതാണെന്ന് അറിയില്ല, മനുഷ്യർ ഏതാണെന്ന് അറിയില്ല, ഏത് വിഭാഗമാണെന്ന് അറിയില്ല, ഒന്നും അറിയാത്ത ആളുകൾ. അപ്പൊ ഇതിന്റെ പെർസെന്റേജ് നോക്കിയാൽ ലെഫ്റ്റ് വിങ് ടെററിസത്തിൽ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് അതിന്റെ ശതമാനം കാണാൻ സാധിക്കുക. അത് 42% അറ്റാക്കുകൾ നടത്തിയത് ലെഫ്റ്റ് വിങ് എക്സ്ട്രീം ടെററിസം ആണ്. അതില് 35% നടത്തിയത് ഈ അൺനോൺ ആണ്, അതേഴ്സ് ആണ്. അതില് 22% നടത്തിയത് സെപ്പറേറ്റിസ്റ്റ് ആണ്. പിന്നെ ഉള്ളത് ബാക്കി 1%. ആ 1%ത്തിനും താഴെ 0.93% ആണ് റാഡിക്കൽ ഇസ്ലാം ടെററിസം എന്ന അവര് പേരിട്ട് പറയുന്ന ഇസ്ലാമിക് ടെററിസം നടന്നത്. 0.93. എന്തുകൊണ്ട് ഈ പറയുന്ന 0.93% ടെററിസത്തെ ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുന്ന, സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന, മീഡിയയിൽ ഒരു ദിവസം ഓരോ ചാനലുകളും ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, വേൾഡ് ഇന്റർനാഷണൽ മീഡിയകൾ അടക്കം ഒരു ദിവസം എല്ലാ മീഡിയയും ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, മിനിമം ഒരു ദിവസം 10-20 തവണ റാഡിക്കൽ ഇസ്ലാം ടെററിസത്തെ കുറിച്ചോ ഇസ്ലാമിക് ടെററിസത്തെ കുറിച്ചിട്ടോ കേൾക്കാൻ നമുക്കൊരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത്ര അധികം ദിവസവും ഇസ്ലാമോഫോബിയ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ 0.93 ഇത്ര ഹൈയിൽ മീഡിയകൾ എടുക്കുകയും അതേസമയം 35-22% അതൊക്കെ റിയാലിറ്റി ആണല്ലോ. കോടതിയിൽ വന്ന കേസുകളാണ്, ശിക്ഷിക്കപ്പെട്ട ആളുകളാണ്, വിചാരണ തടവറയിലുള്ള ആളുകളാണ്, കോടതി നടത്തിക്കൊണ്ടിരിക്കുന്ന കേസുകളാണ്, ഒന്നും നമ്മൾ മറച്ചു വെക്കുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ ഒരു റിയാലിറ്റി പകൽ വെളിച്ചത്തിൽ നടന്ന അറ്റാക്കുകൾ, 5000-ലധികം അറ്റാക്കുകൾ നമ്മുടെ കൺമുന്നിൽ നടന്നതാണ്, ചരിത്രത്തിൽ സംഭവിച്ചതാണ്. അതിന്റെ എല്ലാ തെളിവുകളുണ്ട്. ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും കൺമുന്നിൽ കണ്ടിട്ടും അവർ വിചാരണ ചെയ്യപ്പെടുകയോ അറസ്റ്റ് ചെയ്യപ്പെടുകയോ വേണ്ട ശിക്ഷകൾ ലഭിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, 0.93 എന്ന് പറയുന്ന വളരെ കേവലം ശതമാനം ആളുകൾ ഇത്ര ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിന്റെ അപകടം പ്രിയപ്പെട്ടവര് മുസ്ലിമീങ്ങളെങ്കിലും മനസ്സിലാക്കണം എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. കാരണം നമ്മളെപ്പോലും ബാധിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു മനോരോഗമായിട്ട് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, മുസ്ലിമായി തോന്നുന്ന ആളുകൾക്ക് പോലും അതിന്റെ അപകടം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ കേരളത്തിൽ ഒരു ദലിത് ക്രിസ്ത്യൻ ആക്ടിവിസ്റ്റ്, അയാളുടെ ഒരു നാഷണൽ ഓർഗനൈസേഷൻ ഹ്യൂമൻ റൈറ്റ്സ് സോഷ്യലിസ്റ്റ് സർവീസും കൂടി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് പുറത്ത് ചായ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ കുറച്ച് പോലീസ് വന്നു, അദ്ദേഹത്തെ ചോദ്യം ചെയ്തു, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി 5-6 മണിക്കൂർ ക്വസ്റ്റ്യന് ശേഷം ആണ് വിട്ടയച്ചത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന അനുഭവം, അദ്ദേഹം ഒരു മാഗസിന് വേണ്ടി പറഞ്ഞൊരു അനുഭവം അദ്ദേഹം പറയുന്നത്, എന്നെ വളരെ സാധാരണഗതിയിൽ ഡൽഹിയിലെ തെരുവ് മുക്കല്ലേറിക്ക് വളരെ ക്രൗഡ് ആയിട്ടുള്ള ഒരു തെരുവിൽ സാധാരണ ഒരു മനുഷ്യൻ ഒരു ഓഫീസിൽ നിന്ന് ഇറങ്ങി ചാവടിക്കാൻ പോകുന്നത് പോലെ ചാവടിക്കാൻ പോയി ഞാൻ പെട്ടെന്നൊരു സമയത്ത് പോലീസ് വന്ന് കൊണ്ടുപോയിട്ട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം വരുന്നത് ഇസ്ലാമിക് സെന്ററിൽ നിന്നാണോ വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്? ഞാൻ അന്ന് ധരിച്ച വസ്ത്രം ഒരു കുർത്തയായിരുന്നു. ഞാൻ വന്നൊരു പശ്ചാത്തലം എന്റെ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ വരുന്നത് കൊണ്ടും അത്യാവശ്യം നോവലുകളും കഥകളും ഒക്കെ എഴുതുന്ന ആളായതുകൊണ്ട് എന്റെ ഒരു ഡ്രസ്സിംഗ് കോസ്റ്റ്യൂം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു അല്പം നീളം കുറഞ്ഞൊരു കുർത്തയും അത്യാവശ്യം വലിയൊരു താടിയും ബാക്കിൽ കെട്ടിയിട്ടൊരു മുടിയൊക്കെയാണ് എനിക്കുള്ളത്. അപ്പോൾ പെട്ടെന്ന് എന്റെ ഒരു ബാഹ്യമായ ഒരു പിക്ചർ കണ്ടപ്പോൾ തന്നെ അവിടുത്തെ പോലീസിന് ഞാനൊരു ഇസ്ലാമിക് സെന്ററിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്, ഞാനൊരു ഭീകരവാദിയാണ്, എന്തോ പ്രവർത്തനത്തിന് വേണ്ടി വന്നതാണ് എന്നും എന്നെ കണ്ടിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് അദ്ദേഹം വളരെ ആശ്ചര്യത്തോടുകൂടി ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ഇവിടെയാണ് ലോകമെമ്പാടും വളരെ സ്ട്രോങ് ആയി ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഈ അതിഗുരുതരമായ രോഗത്തെ ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ ഇൻജക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ലോകത്ത് അതിങ്ങനെ പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അതിന്റെ സെയിം പാറ്റേൺ ഇന്ത്യയിലെ ഗവൺമെന്റ് അടക്കം അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങളും അതിന്റെ ഇരകൾ എന്ന അർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പണി, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പണി, അല്ലെങ്കിൽ അതിന്റെ ഏതോ അർത്ഥത്തിൽ ഞാൻ എങ്ങനെയാണ് അതിന്റെ ഇരയാകുന്നതെന്നും, ഈ അർത്ഥത്തിൽ എന്റെ സർക്കിളിൽ പോലും ഒരുപക്ഷെ ബാംഗ്ലൂരിലൊക്കെ നിൽക്കുന്ന നമുക്ക് പോലും നമ്മളുടെ കൊലീഗ്സിന്റെ ഭാഗത്തു നിന്നോ നമ്മളുടെ അയൽവാസികളുടെ ഭാഗത്തു നിന്നൊക്കെ ആ അർത്ഥത്തിലുള്ള നോട്ടങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും. റൂമുകൾ കിട്ടാതെ പ്രയാസപ്പെട്ടിട്ടുണ്ടാവും. നമ്മളെ ആ അർത്ഥത്തിൽ സാലറി പോലും പെൻഡിങ്ങിലായ ആളുകൾ ഉണ്ടാവും. ആ അർത്ഥത്തിൽ നമുക്ക് കിട്ടേണ്ട സ്പേസുകളെ അവഗണിച്ചുകൊണ്ട് ഏറ്റവും താഴ്ന്ന നിലയിൽ എത്തിയിട്ടുണ്ടാവും.
ഫാത്തിമ ലത്തീഫ് എന്ന് പറയുന്ന മെഡിക്കൽ വിദ്യാർത്ഥി IIT മദ്രാസിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഖത്തറിന്റെ ഇരയാണ്. എന്താ കാരണം? പ്രാക്ടിക്കൽ മുസ്ലിം പോലുമല്ല, ഒരു ലിബറൽ സ്പേസ് വരുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ പേര് ഫാത്തിമ എന്നായിപ്പോയി. അതിന്റെ പേരിൽ ഒരു സ്ഥാപനത്തിൽ ആത്മഹത്യ ചെയ്യേണ്ട വന്ന കുട്ടി. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ ബോധപൂർവം നടക്കുന്ന ഒരു കാലത്ത് എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതിനെ കുറിച്ചിട്ട് ബോധവാന്മാരാകാനുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്റെ ഈമാനിനെ പരിശോധിക്കുക എന്നുള്ളതാണ്. നേരത്തെ ഖുർആൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു വിഭാഗമുണ്ട്, അവരുടെ ഏറ്റവും വലിയ പണി, അവരേറ്റവും ആസ്വദിക്കുന്നത് അവരുടെ സ്വന്തം ഈമാനിനെയാണ്. ആ ഈമാനിനെ ആസ്വദിക്കുമ്പോൾ ഈ കിട്ടിയ എന്റെ അനുഭൂതി, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൗന്ദര്യം, മധുരം, അത് മറ്റൊരാൾ കൂടി അനുഭവിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് ബോധ്യം ഉണ്ടാകുകയും മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ് എന്ന് ആ ഈമാനിന്റെ പുറത്ത്, ആവേശത്തിന്റെ പുറത്തല്ല, ഈമാനിന്റെ പുറത്ത് അവർക്ക് പറയാൻ പറ്റുമെങ്കിൽ ആ ഒരു സൊല്യൂഷൻ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. സോഷ്യലി നോക്കുകയാണെങ്കിൽ നമുക്കറിയാലോ, ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത് ആരെയും കൊടുക്കാനില്ല, ആരെയും അകറ്റാനില്ല, ആരെയും മാറ്റി നിർത്താനല്ല, അതേസമയം ചേർത്ത് പിടിക്കാനാണ്, കൂടെ കഴിയാനാണ്. ആ സ്പേസുകൾ പരമാവധി ഉപയോഗപ്പെടുത്താന്നുള്ളതാണ്. എവിടെയൊക്കെയാണ് നമ്മൾക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള സ്പേസുകൾ ഉള്ളത്, എവിടെയൊക്കെയാണ് ഒരുമിച്ചിരുന്നു കൊണ്ട് സൗഹൃദം പുതുക്കാനുള്ള സ്പേസുകൾ ഉള്ളത്, ഞാനല്ലാത്ത ഒരാളെ കേൾക്കാനുള്ള സ്പേസുകൾ അധികരിപ്പിക്കുക, ഞാനല്ലാത്ത ഒരാളുടെ ആശയങ്ങൾ കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, ഞാനല്ലാത്ത ആളുകൾ, എന്റെ മതവിശ്വാസം ഇല്ലാത്ത, എന്റെ പൊളിറ്റിക്കൽ, എന്റെ രാഷ്ട്രീയ അവസ്ഥകളല്ലാത്ത ആളുകളുടെ കൂടെ സമയങ്ങൾ വിനിയോഗിക്കുക, അതിനുവേണ്ടി ഗ്യാതറിങ്ങൾ ഉണ്ടാക്കുക. ഒരാളെയും ആ അർത്ഥത്തിൽ മാറ്റി നിർത്തുന്ന ഒരു മനസ്സ് നമ്മൾക്കില്ലാതിരിക്കുക എന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും ലോകത്തിങ്ങനെ ഒരു സംഭവം, ഇസ്ലാമോഫോബിയ എന്നുള്ളൊരു വംശീയ വിദ്വേഷം അത് ഇല്ലായ്മ ചെയ്യുന്നില്ല. എന്നിരുന്നാൽ പോലും എന്റെ പരിമിതിയിലും എന്റെ പരിധിയിലും ഇസ്ലാമിന്റെ ഒരു സുഗന്ധം വീശാൻ, ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കാൻ, ഇസ്ലാം റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടിനെ എന്റെ ജീവിതം കൊണ്ട് പല കോലത്തിലും പല സന്ദർഭത്തിലും അതെനിക്ക് എൻഗേജ് ചെയ്തുകൊണ്ട് മാറ്റാൻ എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ലോകമെമ്പാടുമുള്ള ഇത്തരം വിദ്വേഷങ്ങളെ ചെറുക്കുന്ന ആർജവമുള്ള ഇസ്ലാമിക സമൂഹമായി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈ ഉമ്മത്തിൽ നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പോരായ്മകളുണ്ട്, കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്, അറിവില്ലായ്മകളുണ്ട്. അള്ളാഹു എല്ലാം പുറത്തു നൽകി സമാധാനവും സ്വസ്ഥതയുമുള്ള ജീവിതം നൽകി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുഴുവൻ കൽപ്പനാ നിയമങ്ങളും നിയമവ്യവസ്ഥകളും ജീവിതത്തിലുടനീളം അനുസരിച്ച് പാലിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും അവന്റെ റഹ്മത്ത് കൊണ്ട്, അവന്റെ കരുണ കൊണ്ട് എല്ലാവരുടെയും പാപങ്ങൾ പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന കുറ്റവും കുറവും വീഴ്ചകളും പോരായ്മകളും അള്ളാഹുവിന്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടനവധി സഹോദരി സഹോദരന്മാർ നമ്മുടെ വീട്ടിലും കുടുംബത്തിലും പരിസരത്തൊക്കെ ഉണ്ട്. എല്ലാവർക്കും അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പൂർണ്ണ ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപകട രോഗങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അള്ളാഹു ഇസ്സത്തും അഭിമാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരസ്പര സ്നേഹവും ഐക്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ജയിലറുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന, മിസൈലുകൾക്കും വെടിയുണ്ടകൾക്കും നിരന്തരം സാക്ഷികളായി കൊണ്ടിരിക്കുന്ന എല്ലാ പ്രദേശത്തിലെ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു സ്വബറും ഈമാനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സമാധാന അന്തരീക്ഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات
إنك مجيب الدعوات يا قاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.